ഇന്ന് കേരളത്തിലെന്നല്ല ലോകത്തിലങ്ങോളം മതസ്ഥാപനങ്ങളിൽ ഒരു ദിവസം പോലും ഈ മഹാന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ ഒഴിഞ്ഞു പോകുന്നില്ല. ഈ മഹാന്റെ ഗ്രന്ഥം പഠിക്കാതെ വിട്ടുപോകുന്നില്ല. നമ്മളറിയണം ഈ മഹാൻ ആരാണ്. മഹാൻ തന്റെ ചെറിയ പ്രായത്തിൽ ഒരു ദിവസം തന്റെ ഉമ്മ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ മകനെ, എനിക്കൊരു അല്പം വെള്ളം കുടിക്കാൻ വേണം. ആ മകൻ തന്റെ വീട്ടിലേക്ക് കടന്നു പോയപ്പോ തന്റെ വീട്ടിന്റെ ചുറ്റുപാടത്ത് നോക്കിയപ്പോൾ വെള്ളമില്ല. തന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ തന്റെ ഉമ്മയ്ക്ക് വെള്ളമില്ല. ആ മകൻ പെട്ടെന്ന് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. വെള്ളവും കെട്ടി ആ മകൻ തിരിച്ചു വന്നപ്പോ തന്റെ ഉമ്മ ഇതാ മയക്കത്തിലാണ്. ആ മകനെ വിളിക്കാൻ തോന്നിയില്ല. കാരണം തന്റെ ഉമ്മ നല്ല ഉറക്കത്തിലാണ്. എങ്ങനെയാ വിളിക്കുക? തന്നെ പോറ്റി വളർത്തുന്ന തന്റെ ഉമ്മ. ആ ഉമ്മ ഉറക്കത്തിലാണ്, നിദ്രയിലാണ്. ആ മകൻ ആ ഉമ്മയുടെ അരക്കൻ ആ വെള്ളവുമായിട്ട് കാത്തുനിന്നു. രാത്രിയുടെ രാമായണങ്ങൾ കടന്നുപോയി. രാവിലെ സുബഹിയുടെ സമയം നോക്കിയപ്പോ തന്നെ ആ ഉമ്മ ഉണർന്നു നോക്കിയപ്പോ തന്റെ മകൻ താൻ ചോദിച്ച വെള്ളത്തിന്റെ കോപ്പയുമായിട്ട് തന്റെ അടുക്കൽ നിൽക്കുകയാണ്. ഉമ്മ ചോദിച്ചു, അല്ലെങ്കിൽ മകനെ ഇന്നലെ രാത്രി ഉറങ്ങില്ലായിരുന്നോ? ഇല്ല ഉമ്മ, ഉമ്മാക്ക് വേണ്ടി വെള്ളവുമായിട്ട് കടന്നു വന്ന ഞാൻ ഉമ്മ ഉറങ്ങുന്നത് കണ്ടിട്ട് ഉമ്മ ഉണരുമ്പോൾ എപ്പോഴാണ് ഉണരുന്നതെന്ന് എനിക്കറിയത്തില്ല. എപ്പോ ഉണർന്നാലും ഈ വെള്ളം ഉമ്മാക്ക് നൽകാൻ വേണ്ടി ഞാൻ ഉറങ്ങാതെ ഇവിടെ കാത്തു നിന്നതാണ്. ഉമ്മാനികളെ നമ്മൾ മനസ്സിലാക്കണം. ഉമ്മമാരോട്, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പ്രത്യേകം ഉണർത്തണം. നമ്മുടെ മാതാപിതാക്കളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവിന്റെ വായിൽ നിന്നും മക്കൾക്ക് പെടുന്നതിന് ഉണ്ടാകുന്ന ഒരു ദ്വാരമുണ്ട്. എന്റെ മകനെ നന്നാക്കണേ, എന്റെ മകന്റെ അവസ്ഥയിലെത്തിക്കണേ. ഇത് അല്ലാഹു തആല സ്വീകരിക്കും. കാരണം മറകൂടാതെ സ്വീകരിക്കപ്പെടുന്ന ദ്വാകളിൽ മാതാപിതാക്കളുടെ ദ്വാരമുണ്ടെന്ന് ആദരവായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മ അവിടെ വെച്ച് ദുആ ചെയ്ത, അല്ലാഹുവേ, ലോകം അംഗീകരിക്കുന്ന, ലോകം എപ്പോഴും ഉച്ചരിക്കപ്പെടുന്ന ഒരു നാമമായിട്ട് എന്റെ മകനെ നീ വളർത്തണേ എന്ന്. ബഹുമാനികളെ, ഇന്ന് ആ മനുഷ്യൻ മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹിക്ക് ശേഷം ഇമാം ഷാഫി മദ്ഹബിൽ അംഗീകരിക്കപ്പെടുന്ന മഹാനായിട്ട് മാറി. ലോകം അറിയപ്പെട്ട അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് നവവി, ഇന്നും ലോകം അറിയപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി ഒരു ഉമ്മയുടെ ദുആ. ആ ഉമ്മ മകനെ വേണ്ടി ദുആ ചെയ്തു.